പലപ്പോഴും മക്കള് അത്രയും അപ്ഡേറ്റാ ഓരോ കാര്യത്തിനും. ബാക്കി എല്ലാ കാര്യങ്ങളെ കുറിച്ചും മക്കൾക്ക് മനസ്സിൽ വിവരമുണ്ട്. ഞാൻ പറയാറുണ്ട്, എത്രമാത്രം ഇന്നത്തെ മീഡിയ, ഇൻസ്റ്റഗ്രാം റീൽസുകള്, പാട്ടുകള് മക്കളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾക്കറിയോ? 30 സെക്കൻഡിന്റെ ഇടക്ക് മക്കളെ അവർ സ്വാധീനിച്ച് കളയുന്നുണ്ട്. ഏത് പണ്ട് കാലത്ത് 1 മണിക്കൂർ പ്രസംഗം കേട്ടാലും വരാത്ത മാറ്റം 30 സെക്കൻഡ് റീല് കൊണ്ട് മക്കളെ മനസ്സിൽ മാറ്റം വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഞാൻ ഉച്ചക്ക് കുട്ടികളെയും കൂട്ടി പള്ളിന്റെ തൊട്ട് മുൻപിലുള്ള സ്കൂളിന് മുൻപിലുള്ള പള്ളിയിൽ നിസ്കരിക്കാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ ഓരോന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകി വരുന്ന കുട്ടികളെ അങ്ങനെ നിസ്കരിപ്പിക്കുന്ന സമയത്ത് ഒരു ചെറുക്കന്റെ അത്തഹിയാത്തിലിരിക്കുമ്പോൾ അങ്ങനെ ചൂണ്ടുന്നുണ്ട്, ഇളക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായി ഇവൻ എന്തോ പാടുകയാണ്, അല്ലെങ്കിൽ എന്തോ ഒരു മനസ്സോ എന്തോ മാറുന്നുണ്ട്. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും വേറൊരു അധ്യാപകനുണ്ട് മോറലിന്റെ, ഞാൻ ചോദിച്ചു ഇവിടെ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ നമ്മൾ തമാശക്ക് ചോദിച്ചു, സത്യം പറയും എനിക്ക് ആ തെയ്യാത്തിൽ നിന്നപ്പോ എന്താ ഓർമ്മ, ഇനി ആ പാടിയ പാട്ടിന്റെ കോലനുസരിച്ചിട്ട് ഞാൻ പറയാം ഇനി എന്താ പാടിയത്. അപ്പൊ അവൻ ചിരിച്ചോണ്ട് പറയും സാറ് പറയുന്ന എന്തായിരിക്കും. ഞാൻ പറഞ്ഞ ഒരു പാട്ടാണ് ഇപ്പൊ എല്ലാ മക്കളെ നാമ്പലുണ്ടാവും, കട്ടച്ചോര കൊണ്ടടിക്കും സോഡാ സർവത്ത്. ഇനി പുതിയ പാട്ടുകൾ നോക്കൂ മക്കളെ മനസ്സിലേക്ക് സ്വാധീനിക്കുന്നേ. ആ സിനിമ പാട്ടിന്റെ ആദ്യത്തെ അവസരം ഇതിന്റെ വരി അറിയാത്തൻ പോലും ഇന്നത്തെ മീഡിയകളും ദുശക്തികളും ലിബറലുകളും എങ്ങനെ മക്കളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഈ പാട്ട് കേൾക്കുന്ന മനുഷ്യന്മാർക്ക് പോലും അറിയില്ല. ഇന്നിറങ്ങിയ പുതിയ പാട്ടില്ലേ, അവര് മക്കളെ മനസ്സിലേക്ക് കുത്തിവെക്ക് എന്ത്, മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക്, ഉന്നം മറന്നൊരു പോക്ക്, ഇനി എല്ലാ ഉപദേശവും മതിയാക്ക്, സന്തോഷമാണ് പ്രധാനം, അതിനെന്താണ് തോന്യാസം, പൊടിമീശയാണ് അഭ്യാസം, അതാണ് എൻ തോന്യാസം. അത്രക്ക് മക്കളെ മനസ്സിലേക്ക് ഇഞ്ചക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം ഒരു വാപ്പ വന്ന് സങ്കടം പറഞ്ഞ് കൊലച്ച വായ ഒക്കെ ഓട്ട വീണ് കിടക്കുന്നു. ഞാൻ ചോദിച്ചു അതെന്താ? ഒന്നുമില്ല, ഞാൻ നോക്കിക്കുമ്പോ കാണുന്നത് പുരയിലെ കത്തിയെടുത്ത് ചെറിയോൻ വായ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു കുത്തുക. ഓൻ കണ്ടത് ഇന്നയാ. എന്നിട്ട് വായന്റെ ഉള്ളിൽ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് കൊലച്ചത് വരെ ഒടിഞ്ഞു കുത്തിപ്പോവുക. ഇത്ര അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മളെ തലമുറനെ ലിബറലുകൾ കൊണ്ടുവന്നറിയും. ആണും ആണും പെണ്ണ് കല്യാണം കഴിക്കുക, പെണ്ണും പെണ്ണും. ചില പെൺകുട്ടികൾക്ക് 26 വയസ്സായി, വിവാഹം വേണ്ട, എന്താ ബാധ്യത. പെണ്ണ് കെട്ടാൻ താല്പര്യമല്ല, കല്യാണം കഴിക്കുക, മക്കളെ പ്രസവിക്കുക, ഗർഭം ധരിക്കുക, കുടുംബം നോക്കുക. മൈ ബോഡി മൈ ചോയ്സ്. അതൊന്നും വേണ്ട, എനിക്കിങ്ങനെ ഫ്രീഡമായിട്ട് ജീവിക്കണം. അതിനെന്ത് തോന്നിയാൽ ഇടയ്ക്കെടുത്ത് തോന്നണോ ചെയ്യും. കാരണം സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ളതല്ല ലൈഫ് എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടുപോവുക. അതുകൊണ്ട് ആ കേരളത്തിൽ ഒരു മുഖ്യധാര ക്യാമ്പസിൽ കയറി ചെന്നൊരു പത്രക്കാരൻ ചോദിച്ചു, ഏക സിവിൽ കോഡിനെ പറ്റി എന്താ അഭിപ്രായം, ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്ന ഏക സിവിൽ കോഡിനെ പറ്റി എന്താ അഭിപ്രായം. പെൺകുട്ടികൾ ആവേശത്തോടെ പറഞ്ഞു, തട്ടട്ടോളും തട്ടടാത്തോളും ഒക്കെ ഒരുമിച്ച് കത്തിക്കാനാ തീരുമാനെങ്കിൽ കത്തിക്കട്ടെ, അതല്ലേ നല്ലത്. ഒരു വാപ്പാന്റെ മയ്യത്ത് കുടിപ്പിച്ചിട്ട് ഭംഗിയായി 3 വള്ളപ്പടവ പൊതിഞ്ഞ് വാപ്പാന്റെ മധ്യഭാഗത്ത് നിന്ന് വാമ്മാന്റെ മധ്യഭാഗത്ത് നിന്ന് മയ്യത്ത് സംസ്കരിച്ച് പടച്ചോൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന മയ്യത്ത് പരിപാലനത്തിന്റെ ശ്രേഷ്ഠതയും 6 അടി മണ്ണ് കിടക്കുന്ന വാപ്പാക്ക് വേണ്ടിയിട്ടുള്ള ഇസ്സത്തും അറിയാത്തൊരു മക്കളാണെങ്കിൽ ഈ പോക്ക് വലിയ അപകടത്തിലേക്കാ. ഇതൊക്കെ നമ്മളെ കുടുംബത്തിൽ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ചില വാപ്പാർക്കുമാർക്കും പറയാൻ എന്തേ ഉള്ളൂ, നല്ലോണം പഠിക്കട്ടോ എന്റെ മക്കള്, അതേ ഉള്ളൂ. അറിവ് തിരിച്ചറിവാക്കി കൊടുക്കാൻ പറ്റണം. ഏതറിവ് തിരിച്ചറിവാക്കാൻ പറ്റണം. MBBS-ഉം MD-യും നേടുന്ന മകൾക്ക് പരസ്പരം ശരീരം ബന്ധപ്പെടുമ്പോ ആണിനും പെണ്ണിനും ജനിക്കുന്ന മക്കൾ എന്ന ബാധ്യതയും തന്നെ ജനിപ്പിക്കാൻ പ്രേരിപ്പിച്ച എന്റെ ഉദരത്തിൽ ജീവന്റെ കുരുന്നിട്ട ആണിനോടുള്ള കടമയും എനിക്ക് നിർവഹിക്കുമ്പോൾ മാത്രമാണ് എന്റെ MBBS-ന് വിലയുള്ളൂ എന്ന് ബോധ്യപ്പെടുന്ന പെണ്ണല്ലെങ്കിൽ ഓളെ MBBS വെറും ഇംഗ്ലീഷ് അക്ഷരം മാത്ര. താൻ ഏറ്റെടുക്കുന്ന വർക്കിൽ സിമന്റിലും കമ്പിയിലും കൃത്രിമം കാണിക്കരുതെന്നും ആ കാണിക്കുന്നത് ഒരു തലമുറയോട് ഒരു നാടിനോട് ചെയ്യുന്ന വഞ്ചനയാണെന്നും ഒരു എഞ്ചിനീയറായ M.Tech-കാരന് തിരിച്ചറിയാൻ പറ്റുന്നില്ലെങ്കിൽ ഓന്റെ M.Tech-ന് ഇംഗ്ലീഷിന്റെ അക്ഷരവിലയുള്ളൂ. ആ തിരിച്ചറിവ് മക്കളുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കണം. എന്താണ് കുടുംബം, എന്താണ് സ്നേഹം, അതിനെന്ത് വേണം? നമ്മളെ കുടുംബത്തിൽ മാതാപിതാക്കൾ പരസ്പരം സ്നേഹിക്കണം, നല്ല വാക്ക് പറയണം. ഒരു മക്കൾ ഏറ്റവും സന്തോഷിക്കുന്നത് എപ്പോഴാണെന്നറിയോ? വാപ്പയമ്മയും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുമ്പോഴാണ്. നിങ്ങളൊന്ന് നോക്കിയത് പരീക്ഷിച്ചു നോക്കൂ. വാപ്പയമ്മയും ഒരുമിച്ചിരുന്ന് സന്തോഷിക്കുകയും തമാശ പറയുകയും പരിഗണന വീട്ടിൽ മക്കൾക്ക് കൊടുക്കുകയും ചെയ്യുമ്പോൾ, ഞാൻ പറയാറുണ്ട് സ്കൂളിൽ നിന്നൊക്കെ എല്ലാ രക്ഷിതാക്കളോടും, ചില മക്കൾ സ്കൂൾ വിട്ടു വന്നോട്ടെ പറയും, പേപ്പർ കിട്ടി,
ഒട്ടന്നെ രണ്ടാമത് ഉമ്മ ചോദിക്കും, തിരിച്ചു ചോദിക്കും, ബാപ്പ തോറ്റിണ്ടാവൂലേ? തോറ്റിണ്ടാവൂലേ? അല്ല, ജയിച്ചു. അത്രയുള്ളു. 40 35. 35. ഈ ട്യൂഷന് പോകണ്ടോ ഇനി? വെറുതെ ഞാൻ പൈസ ഇട്ടാകുന്ന എന്തിനാ? ഇതൊരു വാക്ക്. ഇനി അതല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാനിരിക്കണം. ചില പെൺമക്കളൊക്കെ വന്നു പറയും, ഉമ്മ ഇയാളെ കൂടെയുള്ള അരുണിമിന്റെ കത്ത് പിടിച്ച്. അപ്പോഴേക്കും ഉമ്മാര് ചോദിക്കും, എനിക്ക് സ്കൂളിൽ പോയാൽ ഈ കത്തും ഇതൊക്കെ തന്നെയുള്ളൂ? അതോടുകൂടി ഓളൊരു മനുഷ്യനെ ഉമ്മാനോട് പറയണ്ട. മക്കളെ പരിഗണിക്കണം. നമ്മൾ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നറിയുമ്പോൾ നമുക്കൊരു സന്തോഷല്ലേ? വ്യാപ്ര പറയാ, ഡേ ഞാൻ ഇതൊക്കെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എന്താ എന്റെ അഭിപ്രായം? ഇനിയിപ്പോൾ കൂടെ കൊണ്ടുപോയില്ലെങ്കിലും ഒക്കെ സമാധാനം. ആ പരിഗണന മക്കളും ആഗ്രഹിക്കുന്നുണ്ട്. മക്കളുടെ മനസ്സ് അത്രക്ക് അപ്ഡേറ്റ് ആവുന്നുണ്ട്. നമ്മൾ അവരുടെ വളർച്ചയെ പറ്റി ചെറുതായി കാണണ്ട. ചില വാപ്പാര് സങ്കടത്തോടെ പറയും, എന്റെ മൊബൈൽ എന്തൊക്കെയാണുള്ളതെന്ന് എനിക്ക് അറിയൂല, പക്ഷെ എന്റെ ചെറിയ മോളെ മോൻ കാണിച്ചു തരും ഒക്കെ. ഓൻ ആ യുഗത്തിലാ ജനിച്ച്, ഓൻ ആ യുഗത്തിലാ വളരുന്നത്. നമ്മൾ പണ്ട് കാലത്തേക്ക് ഒരിക്കലും മക്കളിനി കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. നമുക്ക് അപ്ഡേറ്റ് ആവാനേ പറ്റൂ. വിവരം ഉണ്ടാവണം. സ്കൂളുകളിൽ പേരന്റ്സ് മീറ്റ് വിളിക്കുമ്പോൾ ചില മക്കൾ പറയാ, ഇന്നൊന്നിനും പറ്റൂല, അമ്രിന്റെ അമ്മന്റെ ആദ്യമുള്ള ഒരു ഉമ്മയാ മതി. ഒരു ഉമ്മ സങ്കടം പറയാ. ഞാൻ പറയാം, അതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾക്ക് അമ്രിന്റെ അമ്മനെ കൂട്ടിക്കൊണ്ടുപോകാനല്ല പറ്റുക, നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവാൻ പറ്റണം. അതെന്താ അമ്രിന്റെ അമ്മ ആവണം എന്നോട് പറഞ്ഞേ? അമ്രിന്റെ അമ്മ എല്ലാ കാര്യങ്ങളും അമ്രിക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാ? ഉറക്കെ വായിക്കണം, അമ്മ അടുക്കളയിൽ ഉണ്ടാവട്ടോ. ഒരു ഇംഗ്ലീഷിന്റെ 4ാം ക്ലാസ്സുകാരൻ വന്നിട്ട് ചോദിക്കും, അമ്മ ഈ ഇംഗ്ലീഷ് മീഡിയം ആണ് ഞമ്മക്ക് ഇതെന്ന് പറഞ്ഞു നിങ്ങൾ എന്ന് പറയുമ്പോൾ, അടച്ച തമ്പുരാനെ നല്ല. ഓന്റെ ആ ക്ലാസ്സിനെ പറ്റിയിട്ട് അധ്യാപകരോട് ചോദിക്കണം. അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടോ എന്തെങ്കിലും മാർഗം, എത്ര മാർഗമുണ്ട്, ആ അക്ഷരങ്ങളെ പറ്റി പഠിക്കണം. പകൽ അതിന് സമയം അരമണിക്കൂർ കണ്ടെത്തിയിട്ട് മകന്റെ ആ പാഠത്തെ പറ്റി നമുക്കൊരു ബോധം ഉണ്ടാവണം. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടം എങ്ങനെയാന്ന് ചോദിച്ചാ, രാവിലെ ഒരു പെൻസിൽ വാങ്ങിക്കൊടുത്തിട്ട് ഉമ്മ പറയും, ഇനി വാങ്ങി തരൂലട്ടോ. പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? അതേ അവസ്ഥ. ഒരു പെൻസിൽ ചിലപ്പോൾ 3 മാസം ഉപയോഗിച്ചവരാ നമ്മളൊക്കെ. പക്ഷെ ഇന്ന് നമ്മളൊരു പെൻസിൽ വാങ്ങിക്കൊടുക്കുമ്പം ഉച്ചയാകുമ്പോഴേക്കും പകുതി തിന്നിട്ടുണ്ടാവും. വൈകുന്നേരം ആകുമ്പോൾ ഒരു കുറ്റിയായിട്ടാ വരിക. ചിലര് ചാടും. ഞാനൊക്കെ എന്റെ വാപ്പനോട് 3 മാസം പറഞ്ഞാൽ എനിക്ക് വാങ്ങിത്തരിക. അത് പണ്ട്. മക്കളെല്ലാം കൊണ്ടും മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ അവരുടെ അറിവിലേക്ക് എത്താൻ അവരെ നമുക്കൊരിക്കലും പണ്ടത്തെ നമ്മളെ 90ലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. അവർക്കനുസരിച്ച് നമ്മൾ വളരണം, നമ്മൾ അറിവ് വളരണം, നമ്മൾ അധ്യാപകരുമായിട്ട് സംസാരിക്കണം, ആ പാഠങ്ങളെ പറ്റി ബോധം ഉണ്ടാവണം. പെണ്ണുങ്ങൾ വിളിച്ച് അധ്യാപകരായിട്ടാണോ? അല്ല, വാപ്പ വന്നിട്ട് വിളിക്കട്ടെ. വാപ്പ പറയാമോ, നിങ്ങൾ അതൊന്ന് വാട്സപ്പിൽ ഇട്ടിരുന്നു, അതിന്റെ ഒരൊറ്റ അർത്ഥം നിങ്ങൾ പറഞ്ഞേരി. അധ്യാപകന് പോലും സന്തോഷ, പരിഗണിക്കപ്പെടുന്നുണ്ട്. അല്ലാതെ പല സ്കൂളിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ അന്ന് കൊടുത്ത കോയിമുട്ടുണ്ടാവും അടുത്ത ബുധനാഴ്ച അവന്റെ ബാഗിൽ തന്നെ. സ്കൂളിൽ കാണാൻ ബാഗ് ഇങ്ങനെ തൂക്കിട്ടാ എന്താ കഴിഞ്ഞ ആഴ്ചത്തെ കോയിമുട്ടന്റെ മണം. ഈ അവസ്ഥയിൽ നിന്ന് നമ്മളെ കുടുംബക്കൊന്ന് മാറട്ടെ. സ്നേഹവും പരിഗണനയും മക്കൾക്ക് കൊടുക്കുമ്പോൾ മാത്രമേ നമുക്കത് തിരിച്ചു വെക്കാൻ പറ്റൂ. സ്നേഹം തിരിച്ചറിയാനും സ്നേഹിക്കാനും സമയം കണ്ടെത്തണം. ദൂരത്തുനിന്ന് വാപ്പ നോക്കുമ്പോ മകൻ കാർമൽ എന്തോ കുത്തി വരഞ്ഞിടുക. നമ്മൾ കണ്ടതാണത്. കിട്ടിയ മട്ടലുകൊണ്ട് മകനെ കോതിരവാപ്പം കൊണ്ട് തല്ലും. അവസാനം വാപ്പ കരഞ്ഞിയ കണ്ണുകളുമായി മോൻ പോയി കിടന്നുറങ്ങുമ്പോ വാപ്പ എന്താ കാർമൽ എഴുതിയെന്ന് നോക്കുമ്പോ മോൻ എഴുതിച്ചതാ, ഐ ലവ് യു പാപ്പ, നിങ്ങൾ ഒരുപാട് ഇഷ്ടമാണ് വാപ്പ. കാലും കയ്യിലും തല്ല് കിട്ടി കിടന്നുറങ്ങുന്ന മകന്റെ മനസ്സിൽ എത്രത്തോളം വേദന ഉണ്ടാവും, എത്രത്തോളം സങ്കടം ഉണ്ടാവും. എല്ലാരും പറയും മക്കള് നന്നാവുന്നില്ല. അരമണിക്കൂർ മക്കളെടുത്ത് ഇരുന്നിട്ടുണ്ടോ നമ്മള്? ഒന്നും അവന്റെ സങ്കടം അറിഞ്ഞിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസം സ്കൂളിൽ ഒരു ഉമ്മ വന്നു. മകൻ പെട്ടെന്ന് രാത്രിയാവുമ്പോൾ പേടിച്ച് നിലവിളിക്കുക. ഞാനിത് പറയുന്നത് എത്രമാത്രം മക്കള് ഇന്നത്തെ കാലഘട്ടത്തില് എല്ലാ രംഗത്തുനിന്നും അവര് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാനാണ്. അപ്പം കുട്ടി ഇങ്ങനെ പെട്ടെന്ന് കരയാ, രാത്രി ആവുമ്പോഴേക്കും കെട്ടിപ്പിടിച്ച് കിടക്കണം എന്ന് പറയാ. എന്തൊക്കെയോ ഒരു പേടി, ഓന്റെ സ്വഭാവത്തിൽ തന്നെ പേടി. അപ്പൊ നമ്മളാ മോനെ കൂട്ടിക്കൊണ്ടുപോയി കുറച്ചൊന്ന് സംസാരിച്ച കൂട്ടത്തിൽ സംഭവം, ഓന്റെ അയൽപ്പക്കത്തുള്ള വേറൊരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നപ്പം അവന്റെ ഒരു ഗെയിമുണ്ട് കമ്പ്യൂട്ടറിൽ. എന്ന് പറഞ്ഞാൽ മാരകമായ വയലൻസാ, വെടിവെക്കുന്നതും കുത്തുന്നതും കുത്തി കൊടലെടുക്കുന്നതും ഒക്കെ. 5 മിനിറ്റ് അത് കണ്ടു നിന്ന മകൻ തിരിച്ചു വന്നിട്ട് വീട്ടിൽ പുതച്ചു മൂടിയിട്ട് ചോദിക്കുക, ഉമ്മേ വാപ്പനെ ആരോ കൊല്ലുവോ, ഉമ്മനെ ആരോ കൊല്ലുവോ, ഉമ്മ മരിച്ചു പോകുമെന്നൊക്കെ എനിക്ക് പേടിയാണെന്ന് മാഷേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, പാനിക് അറ്റാക്ക്.
മിണ്ടാതിരിയോടാണ് ഓരോന്ന് തോന്നിയാസം കണ്ടുവന്ന് ഇല്ല. വലിയോർക്ക് മാത്രമല്ല അറ്റാക്ക്, പാനിക് അറ്റാക്ക് മക്കളെ മനസ്സിന് വരുന്നുണ്ട്, ചെറിയ മക്കൾക്ക് വരുന്നുണ്ട്, വേർതിരിവ് വരുന്നുണ്ട്. നിങ്ങൾ കാണല്ലേ, വലിയ കാലത്ത് കുടുംബത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ ചില മക്കൾ പറയുന്നത് ഉമ്മക്കല്ലെങ്കിലും ചെറുപ്പത്തിലേ കാക്കനോടായിരുന്നു താല്പര്യം, ഉമ്മ അല്ലെങ്കിലും അങ്ങനെയായിരുന്നു, വാപ്പ അല്ലെങ്കിലും അങ്ങനെയായിരുന്നു, എന്തിനും ഓനെയാ കൊണ്ടുപോവുക, ഓനെയാ വിളിക്കുക, ചെറുപ്പത്തിലേ ഇന്നൊരു അവഗണനയായിരുന്നു. ഇതൊക്കെ മക്കളെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വാപ്പാരെ പൈസ ഉണ്ടാക്കാൻ ഓടിയാ പോരാ, ഉമ്മാരെ പൊരപ്പണി എടുത്ത് തീർത്താ പോരാ. രാവിലെ 7:45 4:45 എഴുന്നേറ്റിട്ട് കൈ നിലത്ത് വെക്കാണ്ട് 11:15 എങ്ങനെയോ ചെന്ന് പറ്റുമ്മല് വീണ് കിടക്കലാ ഞാൻ എന്നുള്ളത് പോരിശേച്ച് പറയല്ലേ. അവനാന്റെ മക്കളൊപ്പരം കുറച്ചു നേരം ഇരിക്കണം, അവരെ മനസ്സറിയണം, അവരെ രക്ഷപ്പെടുത്തണം, അവരെ മനസ്സും ശരീരവും കാവലാവണം, അവരെ കൊണ്ട് സാധിക്കുന്ന വിദ്യാഭ്യാസം കൊടുത്താൽ മതി. ഒരു വാപ്പ പറഞ്ഞിട്ടില്ലേ, മക്കളെ കാര്യത്തിൽ നമ്മൾ എന്താ കാണിച്ച്, നമ്മളല്ലേ തെരഞ്ഞെടുത്ത് ഓൻ ഏത് സ്കൂളിൽ പഠിക്കണം, ഓൻ ഏത് ഡിഗ്രി പഠിക്കണം എന്ന്. ജീവിതത്തിൽ ചെറുപ്പകാലഘട്ടത്തിൽ ഓൻ 5 വയസ്സായതിനു ശേഷം നമ്മളെ കൂടെ ജീവിച്ചതിനേക്കാളും ഹോസ്റ്റലല്ലേ, ഓൻ അന്യനാട്ടിലല്ലേ. അവസാനം കാനഡയിലുള്ള ചെറുപ്പക്കാരൻ നാട്ടിൽ ഭാര്യനെ തൊലാക്ക് ചൊല്ലി വാപ്പാനോടും ഉമ്മാനോടും ഇനി ഞാൻ നാട്ടിക്കില്ലട്ടോ എന്ന് പറയുമ്പം ഉമ്മ കണ്ണീരോട് ചോദിച്ചു, മോനെ നാട്ടിക്ക് വരാണ്ട് ഇപ്പൊ ഞങ്ങൾ എങ്ങനെയാ? ഓൻ തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ഇന്നെ സ്നേഹിച്ചിരുന്നോ? ഇന്നെ പഠിപ്പിക്കാൻ സ്നേഹിച്ചതല്ലേ, നിങ്ങൾ ഡിഗ്രി വാങ്ങാൻ സ്നേഹിച്ചതല്ലേ, നിങ്ങൾ ഇന്നെ സ്നേഹിച്ചതിന്റെ ഡിഗ്രി ജോലി കിട്ടി, ഞാൻ കാനഡയിൽ ജീവിക്കുന്നു. തിരിച്ചു ചോദിക്കാൻ, ചോദിച്ചെടുക്കാൻ. ഞാൻ പറയലുണ്ട്, കുറെ മക്കളൊക്കെ ഉണ്ടാകുമ്പോ എന്റെ അഭിപ്രായമാട്ടോ നിങ്ങൾ സ്വീകരിക്കണമെന്നൊന്നുമില്ല, ഞാൻ എന്റെ ഭാര്യനോട് പറയല, ഒരുത്തനെങ്കിലും നാട്ടിൽ നിന്നിട്ട് ചുറ്റുപാടൊക്കെ ഒന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓന്റെ ഇഷ്ടത്തിന് വളരട്ടെ, മോശമാവല്ലേ പടച്ചോനെ നീങ്ങി ഇടുവായിരുന്നാ മതി. കാരണം ചിലപ്പോ നമ്മളെയൊക്കെ നോക്കാൻ നാട്ടിൽ ഓനൊക്കെ തന്നെ ഉണ്ടാവും. പഠിപ്പിച്ച് ചിലരൊക്കെ അങ്ങ് എത്തി, പിന്നെ പെണ്ണുങ്ങളെയും കൊണ്ടുപോകും. ഇപ്പം ദീന അങ്ങനെയൊക്കെയാണ്. നാട്ടിലൊരുത്തം കല്യാണം കഴിച്ച് പെണ്ണുങ്ങളെ 4ാമത്തെ മാസം അങ്ങ് കൊണ്ടുപോയി, വാപ്പയും നാട്ടിലോ എന്നെടുക്കുക. ഓലൊന്ന് സങ്കടം പറഞ്ഞപ്പോ ഞാൻ ഓനോട് ചെല്ലടോ, ഉമ്മനെയും വാപ്പനെയും ഒന്ന് നോക്കാൻ എന്തെങ്കിലും ഒരു വഴി വേണ്ടേ? അപ്പൊ എന്നോട് തിരിച്ചു വെച്ചു, മൗലവി കിട്ടിയ പെണ്ണുങ്ങളെ പിരിഞ്ഞിരിക്കാൻ 4 മാസത്തിലധികം ഇസ്ലാം തെളിവില്ലല്ലോ. ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ ഓളങ്ങ് കൊണ്ടുവന്നത്. ആകെ പഠിച്ച ഹദീസ് ഉപ്പതാണ്, വാപ്പനെയും പിരിഞ്ഞിരിക്കാൻ 1 ദിവസം തെളിവില്ല, പെണ്ണുങ്ങളെ 4 ദിവസം വരെ തിരിഞ്ഞിരിക്കാം. വാപ്പനെയും പിരിഞ്ഞിരിക്കാൻ 1 ദിവസത്തെ തെളിവില്ല. യുദ്ധത്തിന് വന്ന സ്വഹാബിനോട് അള്ളാന്റെ തിരുദൂതൻ ചോദിച്ചില്ലേ, അഹയ്യ വാലിദാക്കാം, വാപ്പയമ്മയും ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഞാൻ തിരിച്ചു പോ, എനിക്ക് യുദ്ധമല്ല. ഹിജ്റ പോകാൻ വന്നവനോട് പറഞ്ഞില്ലേ, നീ തിരിച്ചു പോ. ആകെ പഠിക്കുന്ന ഇബാദത്ത് ഇപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഗൾഫിക്ക് 4 മാസത്തിന്റെ അടുത്തോളം കൊണ്ടുപോകണം. ഞാൻ കുറ്റം പറയല്ലോ, നമുക്ക് ഇങ്ങോട്ട് ദേഷ്യം തോന്നണ്ട, അതിന്റെ അർത്ഥം കൊണ്ടുപോകണ്ടെന്നും അല്ല. ചിലര് വാപ്പാനെ അങ്ങ് കൊണ്ടുപോകും, അലമ്മാനെ അങ്ങ് കൊണ്ടുപോകും, ഇതിനാ അവിടുത്തെ പണിക്ക്. വാപ്പയിൽ ഒയന്ന് നടക്കുന്നുണ്ടാവും. ചില കുത്തുബക്കൊക്കെ കയറുമ്പോ ചില പ്രായമുള്ള വാപ്പാര് എന്നിട്ട് പറയും, നിങ്ങളേ ഈ ആപ്പിളാരൊക്കെ നല്ലോണം നോക്കുന്നതിനെ പറ്റി പ്രസംഗിക്കണം കേട്ടോ. എന്താ അല്ല ഒന്നുമില്ല, പെണ്ണുങ്ങള് അങ്ങ് പോയതാ, മക്കളങ്ങ് കൊണ്ടുപോയതാ. ഇക്കിപ്പോ ഒരു വർക്ക് വെള്ളം കിട്ടണേ സത്യ ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനെ ഒരു ദീനൊന്നുമില്ല. അപ്പനെമ്പിനെ നോക്കാണ്ട് എന്ത് ദീന്? രക്ഷിതാക്കളെ പരിഗണിക്കാതെ, മക്കളെ പരിഗണിക്കാതെ എന്ത് ദീന്? അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ പഠിപ്പിക്കണം, വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം തിരിച്ചറിവിനാവണം എന്നുള്ളതാണ്. പെൺകുട്ടികൾക്ക് വിവരവും വിദ്യാഭ്യാസം കൂടുമ്പോഴേക്കും പിന്നെ ഞാനും ഓനും കണക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഫെമിനിസ ചിന്താഗതികളിലേക്ക് പറന്നുകൊണ്ടിരിക്കുക ചിന്ത. രണ്ടാളും ചിലപ്പോ 2 ഭാഗത്ത് വെച്ച് താമസിക്കും. ഓൻ കാനഡയിൽ, ഓൾ ഇംഗ്ലണ്ടിൽ. പിന്നെ ഇപ്പൊ ഇതിനെ കല്യാണം കഴിച്ച് പൈസ ഉണ്ടാക്കാൻ. ദാമ്പത്യല്ല, കുടുംബല്ല. ഓനെ നോക്കാൻ, അവനെ നോക്കാൻ അവക്കും പറ്റുന്നില്ല, അവളെ നോക്കാൻ അവനും പറ്റുന്നില്ല. പിന്നെ മക്കൾ എവിടെയുള്ളത്? നാട്ടിൽ വല്യമ്മന്റെ അടുത്ത്. എത്ര കുടുംബങ്ങൾ, എത്ര ബന്ധങ്ങൾ. എല്ലാവരും അതിനെ പറയും, ഉസ്താദെ കാലപ്പൊക്കെ അങ്ങനെയല്ലേ, പൈസക്ക് പൈസ വേണ്ടേ? മനുഷ്യരെ കത്തിത്തീരാറായ മെഴുകുതിരിയുടെ കുറ്റിയെടുത്ത് ആ മെഴുകു കൂട്ടി വെച്ച് 1 ദിവസം കൂടി കത്തിച്ചിട്ട് പടച്ചോന്റെ ദുനിയാവെന്ന് തിരിച്ചു പോയ കൂട്ടരുണ്ട്. അവർ ഈ ദുനിയാവിനെ കണ്ടത് നാളെ അള്ളാന്റെ അരികിലേക്കുള്ള ഒരു യാത്രയുടെ ഇടം മാത്രമായിട്ടാണ്. അതിനർത്ഥം ഇതൊന്നും വേണ്ടെന്നല്ല, ഇതൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ കുടുംബം മറക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുനടക്കണം എന്നാണ്. അതിനെന്ത് വേണം? നമ്മൾ ഓരോരുത്തരും നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമാധാനം ഉമ്മാനെ അല്ലെങ്കിൽ ഭാര്യനെ സ്നേഹിക്കുന്ന വാപ്പയും വാപ്പനെ സ്നേഹിക്കുന്ന അമ്മയും. ഇതിനും വലിയൊരു സൗഭാഗ്യങ്ങളെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാനില്ല. ഞാൻ അടിവരയിട്ട് പറയുന്നു, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം നിങ്ങളെ ഇണയെ സ്നേഹിക്കുക എന്നുള്ളതാണ്.
അതിനെന്ത് തിരക്ക് മാറ്റി വെച്ചിട്ടാണെങ്കിലും. ചിലരൊക്കെ ഒരു മാസത്തെ അവധിക്ക് ഗൾഫിൽ നിന്ന് നാട്ടിൽ വരും. 3 ടൂറൊക്കെയാ പോവുക. ഒന്ന് സ്കൂളിന്റെ കൂടെ, ഒന്ന് നാട്ടിലുള്ള ടീമിന്റെ കൂടെ, അവളെ കൂടെ പോകാൻ ഇപ്പൊ കോട്ടക്കുന്ന് കഴിക്കും. അത് തന്നെ കീരിയും പാമ്പും മാതിരി പോയി വന്നിട്ട് പോയിട്ടുണ്ട്. എല്ലാരും അങ്ങനെയാണല്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇപ്പോഴും തൊട്ടടുത്തുനിന്ന് കയറി ചെല്ലല്ലേ, നല്ല ഇണയാവുക, നല്ലൊരു തുണയാവുക, ഇണയാവുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. നല്ല ജോലി ഉണ്ടാവലല്ല, നല്ലൊരു ഇണയാവുക. ഞാൻ പറയാറുണ്ട്, ചിലപ്പോ നിങ്ങളെ മുൻപിൽ ഞാൻ നല്ല പ്രാസംഗികനാന്ന് പറയാനേ നിങ്ങൾക്ക് അവകാശമുള്ളൂ. ഞാനൊരു നല്ല മനുഷ്യനാണോ എന്ന് പറയേണ്ടത് നിന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന എന്റെ പെണ്ണാ. ഞാൻ നിസ്കരിക്കുന്നുണ്ടോ, ഞാൻ വൃത്തിയട്ട സ്വഭാവം എന്തോ കാണിക്കുന്നുണ്ടോ, എനിക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ടോ, ഇരിക്കുന്ന ഒരു പെണ്ണുങ്ങൾക്കും അതറിയൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ നോട്ടവും നിങ്ങൾ ഒരാളെ പുഞ്ചിരിയും എന്നെ സ്വാധീനിക്കുന്നില്ല. ഇതൊക്കെ എന്നെ അറിയൂല. ഇന്നറിയുന്നവൾ എന്റെ പെണ്ണു മാത്രമാണ്. അതുകൊണ്ട് അവളുടെ മുൻപിൽ ഞാൻ ഏറ്റവും നല്ല ഇണയാണോ, എനിക്കതാവണം. വരുമാനം ഉണ്ടാക്കാൻ മാത്രം മത്സരിച്ചോടിയാ പോരാ. ദുനിയാവിലെ സർവ്വ സൗഭാഗ്യങ്ങളും പെണ്ണിനും മക്കൾക്കും ഉണ്ടാക്കി കൊടുത്താലും പോരാ. മരിച്ച് പൈസ ഉണ്ടാക്കാൻ ഓടുക എന്ന് പലരും. കാരണം പൈസമ്പല സമാധാനം എന്നുള്ളൊരു തോന്നല്. അതുകൊണ്ട് തന്നെ അവസാനം പരസ്പര ബഹുമാനമോ ഇതൊന്നും കുടുംബത്തിലില്ല. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് തെറി. കാരണം എന്താ, ഞാനിങ്ങനെ നഖം പാഞ്ഞ് പൈസ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എനക്കും മക്കൾക്കും തിന്നാനല്ലേ, നിങ്ങൾ തിന്നണില്ലേ, തിന്നുന്നതിനും ഉടുക്കുന്നതിനും ഒക്കെ കണക്ക്. പിന്നെ എന്തിനാ അധ്വാനിക്കാൻ ഓടി? കണക്ക് പറയാനാണെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് ഇനി ചെലവിന് കൊടുക്കുന്നത് പടച്ചോനെ ഏൽപ്പിച്ചതുകൊണ്ടാ. അവളെ മുഖത്ത് നീ ഭക്ഷണം കൊടുക്കുമ്പോണ്ടാകുന്ന പുഞ്ചിരി എനക്ക് കിട്ടുന്ന ബർക്കത്താ. നിനക്ക് കിട്ടുന്ന സമ്പത്ത് പോലും നിന്റെ ഭാര്യനെയും മക്കളെയും കൂടി പടച്ചോൻ പരിഗണിച്ചതുകൊണ്ടാ. അല്ലാതെ എന്റെ ബിസിനസ് ട്രിക്കും എന്റെ MBA ബിരുദവും എന്റെ വാപ്പ കുറെ മുൻപുണ്ടാക്കി തന്നതിന്റെ പോരിശൊന്നുമല്ല. അള്ള എന്നെ ഏൽപ്പിച്ചെന്ന എന്റെ കുടുംബത്തിനെയും കൂടി പടച്ചോൻ എന്നെ കൂട്ടി പരിഗണിച്ചതുകൊണ്ടാ എനിക്ക് പടച്ചോൻ പൈസയായിട്ടും സമ്പത്തായിട്ടും എന്തിന് റോട്ടുമപ്പൊലിയാണ്ട് എന്നെ അമ്മ കൊണ്ടെടുക്കുന്ന എന്തിനാണെന്നറിയോ? ആ കുടുംബം കണ്ണീര് കുടിക്കാണ്ടിരിക്കാനാ. ആ തിരിച്ചറിവാണ് ഏതൊരാണിനും ഉണ്ടാവേണ്ടത്. ഒരു പെണ്ണാഗ്രഹിക്കുന്നതാ പ്രയോറിറ്റി. അയാളുടെ ജീവിതത്തിൽ എനിക്ക് വലിയ സ്ഥാനമുണ്ട് അല്ലേ? ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ലൈംഗികതയിലല്ല. ഓരോ ഇണകളോടും ഭർത്താക്കന്മാരോടും ഞാൻ പറയുന്നത്, ലൈംഗികതയിൽ പോലും പല പെണ്ണുങ്ങളും സമാധാനിക്കുന്നില്ല. മൃഗങ്ങളെപ്പോലെ കിടക്കുക, മൃഗങ്ങളെപ്പോലെ വെറുതെ ചെയ്യുക, വെറുതെ കാണിച്ചു കൂട്ടുക. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ, ലൈംഗികതയുടെ ഏറ്റവും നല്ല സുഗന്ധ രണ്ട് മനസ്സുകൾ തമ്മിൽ ചേർന്ന് നിന്ന് രണ്ട് മനസ്സുകൾ കൊഞ്ചിത്തുടങ്ങുന്നിടത്താണ് ലൈംഗികതയുടെ സുഗന്ധം. അതെന്തേ നമ്മുടെ ബെഡ്റൂമിലില്ല? അതെന്തേ നമ്മളെ ദാമ്പത്യ ജീവിതത്തിലില്ല? ഒരു പെണ്ണിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം അവളുടെ ഭർത്താവ് കൊടുക്കുന്ന കരുതലില, പരിഗണനയില. അയാൾ എനിക്ക് വലിയ സ്ഥാനം അയാളെ ലൈഫിൽ തരുന്നുണ്ട്, അയാൾ ഞാനുമായിട്ട് പലതും ഷെയർ ചെയ്യുന്നുണ്ട്, ഞാൻ പറയുന്നത് അയാൾ കേൾക്കുന്നുണ്ട് എന്നൊരു പെണ്ണിന് തോന്നിത്തുടങ്ങിയാലുണ്ടല്ലോ, നിന്റെക്ക എന്നൊരു ചിന്ത മനസ്സിൽ വരുമ്പോ ഒരിക്കലും ആ പെണ്ണ് കുടുംബം മറക്കൂല. അതിനെന്തു വേണം? ആ കരുതലും സ്നേഹവും നമ്മളെ ഭാര്യമാർക്ക് നമ്മൾ കൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, നാട്ടിലെ സർവ്വ പെണ്ണുങ്ങൾക്കും കരുതലും കാവലും കൊടുക്കും, ഒരേ ഉള്ളവർക്ക് മാത്രം കൊടുക്കൂല. കല്യാണപ്പുരയിൽ ആരാന് ചോറ് വാങ്ങിക്കൊടുക്കാൻ ഭയങ്കര ഉഷാറാണ്. അവനാന്റെ പെണ്ണുങ്ങൾക്ക് ഒരു പിടി കിട്ടിയിട്ടുണ്ടോ എന്ന് നോട്ടം പോലും ഉണ്ടാവും. എല്ലാവരും, എല്ലാ ഭർത്താക്കന്മാരും അങ്ങനെയാണല്ലോ. ഒരു കരുതല്, ഒരു സ്നേഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 12 കെട്ടിയതാണ് ശത്രുക്കൾക്കും മുസ്ലിങ്ങൾക്കും കുറ്റം. നാളെ ഒരു മാപ്പ പറയാ, നബി 12 കെട്ടിയിട്ടില്ലായില്ലെങ്കിൽ നമുക്ക് ശത്രുക്കളോടൊപ്പം ഒന്ന് പിടിച്ചു കഴിഞ്ഞു. അവന്റെ വിചാരി 12 കെട്ടിയതാ അപ്പൊ ഇടങ്ങേറുന്ന. അള്ളാന്റെ ഹബീബിന് ഒരു ഇടങ്ങേറില്ല, ഭാര്യമാർക്കും ആ ഇടങ്ങേറുണ്ടായിട്ടില്ല. കാരണം 12 ഭാര്യമാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താവുമ്പോഴും മരിച്ചു പോകുമ്പോഴും പറഞ്ഞത് എന്താണെന്നറിയോ? റസൂലേ, ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ അത് നിങ്ങളെ മണവാട്ടിയാക്കാൻ പ്രാർത്ഥിക്കുന്നവരാ നബിയെ ഞങ്ങൾ. അതിൽ 17 വയസ്സുള്ള ആയിഷ ബീവിയുണ്ട്, 60 വയസ്സിലധികം കൂടുതലുള്ള ഭാര്യമാരും. മുഴുവൻ ഭാര്യമാരും അത് പറഞ്ഞിട്ടാ റസൂലുള്ള കൈയോടിക്കുന്നത്. മരിക്കുന്ന സെക്കൻഡുകൾക്ക് മുൻപ് അള്ളാന്റെ ഹബീബ് ഭാര്യമാരോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ലേ? സർവ്വ ഭാര്യമാരും റസൂലിന്റെ ചുറ്റും കൂടി നിന്നിട്ട് പറഞ്ഞു, അള്ളാഹു സാക്ഷി റസൂലേ, നിങ്ങൾ ഞങ്ങളോട് നീതി കാണിച്ചവനാ. 12 ഭാര്യമാരും അങ്ങനെ പറഞ്ഞു, ഇനിയൊരു ജന്മണ്ടേ അത് നിങ്ങളെ മണവാട്ടിയാവണേ. നമുക്ക് 12 ഒന്നുമില്ല, ഒന്നേ ഉള്ളൂ.
ഒന്ന് പൊരേച്ചൊന്ന് ചോദിക്കുക, അല്ലേ ഇപ്പൊ അടുത്ത ജന്മത്തിലും സ്വർഗത്തിലും ഇപ്പൊ എന്റെ പേര് ഞാൻ തന്നെ. ഓള് ഒന്ന് ചിരിച്ചിട്ട് പറയാം, അങ്ങനെയാണെ ഇപ്പൊ എനിക്ക് ആ സ്വർഗവും വേണ്ടാന്നൊക്കേണ്ടി വരും എന്ന് പറഞ്ഞാ അത് നമ്മളെ വില. ഹിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനാന്റെ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവൻ. അതിനവർക്ക് അവകാശമുണ്ട്. 10-20 കൊല്ലം വാപ്പാന്റെ സ്നേഹറിഞ്ഞു വളർന്ന് ജീവിച്ചൊരു പെണ്ണ് ഒരൊറ്റ കാഴ്ചന്റെ പേരിൽ എന്റെ കൂടെ പോരാൻ സമ്മതിച്ചത് എന്റെ സൗന്ദര്യവും എന്റെ പണവും കണ്ടിട്ടല്ല. അവക്ക് കിട്ടുന്ന ആഗ്രഹിച്ച് സ്വപ്നം കണ്ടൊരു സ്നേഹം നീ കൊടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ്.